ഹായ് ഹലോ വെൽക്കം ടു സിനീസ് ലേണിംഗ് ജേർണി. എല്ലാ കൂട്ടുകാർക്കും സിനീസ് ലേണിംഗ് ജേർണിയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് SSLC ഫിസിക്സ് 2025-26 സൗണ്ട് വേവ്സ് എന്ന ചാപ്റ്ററിൽ നിന്നും ഓണം എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: If the frequency of simple pendulum is 0.5 Hz, find its time period. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അതായത് ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ആവൃത്തി 0.5 Hz ആണെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ അതിന്റെ ടൈം പീരീഡ് കണ്ടുപിടിക്കാനാണ്. നമുക്കറിയാം T is equal to 1/f അല്ലെ. അപ്പോ 1/f എത്രയാണ്? 0.5 Hz. ഈ ഡെസിമൽ താഴത്തെ ഡെസിമൽ മാറ്റാൻ വേണ്ടി താഴെ 10 കൊണ്ട് ഇൻറ്റു ചെയ്യും. അതേ സംഖ്യ കൊണ്ട് തന്നെ മുകളിൽ ഇൻറ്റു ചെയ്യണം അല്ലെ. അപ്പൊ എന്ത് കിട്ടും? 10/5 എന്ന് കിട്ടും അല്ലെ. അപ്പൊ 1 2 ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ ആൻസർ എത്ര കിട്ടും? 2 എന്ന് കിട്ടും അല്ലെ. 2 സെക്കൻഡ് ആണ്. ടൈം പീരീഡ് യൂണിറ്റ് എന്നാണ് സെക്കൻഡ് അല്ലെ. അപ്പൊ 2 സെക്കൻഡ് ആണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്. T is equal to 2 സെക്കൻഡ്. മനസ്സിലായല്ലോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ചോദ്യം നോക്കിക്കേ. ഇഫ് ദി ലെങ്ത് ഓഫ് ദി പെൻഡുലം ഈസ് ഇൻക്രീസ്ഡ് ഫ്രം 20 സെന്റിമീറ്റർ ടു 30 സെന്റിമീറ്റർ. അതായത് ഒരു പെൻഡുലത്തിന്റെ നീളം 20 സെന്റിമീറ്ററിൽ നിന്ന് 30 സെന്റിമീറ്ററിലേക്ക് നമ്മൾ ലെങ്ത് ചേഞ്ച് ചെയ്യാണ്. അങ്ങനെയെങ്കിൽ the next frequency is, അങ്ങനെയാണെങ്കിൽ അതിന്റെ ആവൃത്തി എന്തായിരിക്കും എന്നാണ് ചോദ്യം. ഇവിടെ ഞാൻ ബ്രാക്കറ്റിൽ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇൻക്രീസസ് കൂടും, ഡിക്രീസസ് കുറയും, റിമെയിൻസ് ദ സെയിം അങ്ങനെ തന്നെ തുടരും. ഏതാണ്? ഇവിടെ ഫ്രീക്വൻസിയും ടൈം പീരീഡും തമ്മിലുള്ള റിലേഷൻ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. എന്താണ് ഇവിടെ ആൻസർ? എന്താണ്? ഡിക്രീസസ് അല്ലേ. കാരണം എന്താണ്? ഇവിടെ ടൈം പീരീഡ് ഇൻക്രീസ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും? ഫ്രീക്വൻസി ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലേ, വിപരീതാനുപാതത്തിലാണ് അല്ലെ. അപ്പൊ ഡിക്രീസസ് അതായത് കുറയും എന്നുള്ളതാണ് ആൻസർ. തേർഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. മൂന്നാമത്തെ ചോദ്യം, ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ. അതായത് കൂട്ടത്തിൽ ഒറ്റയാനെ കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. നോക്കിക്കേ, ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? റേഡിയോ വേവ്സ്, സീസ്മിക് വേവ്സ്, സൗണ്ട് വേവ്സ്. അപ്പൊ ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കേ, ഇതിൽ ആരാണ് ഓഡ് വൺ? ഒറ്റയാൻ ആരാണ്? നോക്കിയേ, എന്താണ് ആൻസർ? റേഡിയോ വേവ്സ് ആണ് ആൻസർ അല്ലെ. എന്തുകൊണ്ടാ? അതായത് ഇതില് റേഡിയോ വേവ്സിനാണ് എന്ത് ഒരു മീഡിയം ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഒരു മീഡിയം ആവശ്യമായിട്ടുള്ളത്. ഏതിനാണ്? റേഡിയോ വേവ്സിനാണ് അല്ലേ. റേഡിയോ വേവ്സ് റിക്വയർഡ് എ മീഡിയം ഫോർ ട്രാൻസ്മിഷൻ. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കിക്കേ. നാലാമത്തെ ചോദ്യം, എ പേഴ്സൺ മേക്സ് എ സൗണ്ട് ഫ്രം എ കോർണർ ഓഫ് എ റൂം ഓഫ് ലെങ്ത് 16 മീറ്റർ. ഇവിടെ 16 മീറ്റർ എന്നാണല്ലേ